നിങ്ങളുടെ പ്രായം എത്രയാണെങ്കിലും ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ നരച്ച മുടി നല്ല കട്ട കറുപ്പായിട്ട് കിട്ടുന്നതാണ്. നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഈ ഒരു ഹെയർ ഡൈ ചെയ്താൽ മതി. 60-70 വയസ്സിലും നമ്മുടെ നരച്ച മുടി കട്ട കറുപ്പാക്കാം. അതേപോലെ നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടെ വളരുകയും ചെയ്യും. നമുക്ക് നല്ല നീളത്തിലുള്ള നല്ല കറുപ്പിലും ഉള്ളോടുകൂടിയുള്ള മുടി വേണമെങ്കിൽ എല്ലാ കെമിക്കൽ ഡൈകളും ഒഴിവാക്കിയിട്ട് ഇന്ന് കാണിക്കുന്ന ഈ ഒരു രീതിയിലുള്ള ഹെയർ ഡൈ ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാട്ടോ. അപ്പോൾ നമുക്ക് ഹെയർ ഡൈ തയ്യാറാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നമ്മുടെ മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ചെമ്പരത്തിപ്പൂവാണ്. നമ്മളിതിലേക്ക് എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും മുടി നല്ലതുപോലെ വളരാനും അകാല നിറ തടയാനായിട്ടും സഹായിക്കുന്നവയാണ്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂണോളം കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കുന്നത്. ഇതെല്ലാം നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ളതാണ്. ഇനി ഇത് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് നമ്മൾ ചേർത്ത 1 ഗ്ലാസ് വെള്ളം എന്നത് 1/2 ഗ്ലാസ് വെള്ളമാക്കി വറ്റിച്ചെടുക്കണം. ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം എസൻസും ഈ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടും. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മുടി നരയ്ക്കുന്ന അവസ്ഥ ഇന്ന് വളരെ കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നര തടയുവാനായിട്ടുള്ള ഒരു വെള്ളം കൂടിയാണിത്. ഈ ഒരു വെള്ളം നല്ലതുപോലെ തണുത്തു വന്നതിന് ശേഷം ഈ ഒരു വെള്ളം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജും കൂടെ ചെയ്ത് കൊടുത്തിട്ട് 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് മുടി കഴുകാവുന്നതാണ്. ഇതേപോലെ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ചെയ്താൽ മതി. അകാല നിറ തടയുവാനായിട്ടും മുടി നന്നായിട്ട് വളരുവാനായിട്ടും ഇത് സഹായിക്കും. അതുമാത്രമല്ല, ചെറുതായിട്ട് നരച്ചു തുടങ്ങുന്നവർ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് മുടി നരച്ചു വരില്ല. ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഹെയർ ഡൈ തയ്യാറാക്കുന്നത്. ഇപ്പോൾ നമ്മൾ എടുത്ത വെള്ളം നല്ലതുപോലെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിൻ്റെ കളറെല്ലാം ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇരുമ്പിൻ്റെ ചട്ടിയിൽ നമ്മളിത് തിളപ്പിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ലിക്വിഡ് നല്ലൊരു ബ്ലാക്ക് കളറിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തണുത്ത് വരണം. ഇതിലെ വെള്ളത്തിന് ചെറിയ ചൂടുള്ള സമയത്ത് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഹെയർ ഡൈ ആയാലും ഹെയർ ഓയിൽ ആയാലും ഇരുമ്പിൻ്റെ പാത്രത്തിൽ തയ്യാറാക്കി എടുക്കുന്നതാണ് നല്ലത്. ഇരുമ്പ് പാത്രത്തിൽ അയൺ ഫെറോക്സൈഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ മുടിയുടെ വളർച്ചയും മുടി കറുപ്പിക്കാനായിട്ടുമൊക്കെ സഹായിക്കും. അപ്പോൾ അരിച്ചെടുത്ത ഈ ഒരു വെള്ളം ഹെയർ ടോണറായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ മുടിയിലും ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് മുടി കഴുകാവുന്നതാണ്. മുടി നല്ലതുപോലെ വളരും. അതേപോലെ തന്നെ അകാല നര തടയുവാനായിട്ടും മുടി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും മാറ്റാനായിട്ടും നല്ലൊരു ഹെയർ ടോണറാണിത്. ഇനി നമുക്കിത് ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ 2 ടേബിൾ സ്പൂണോളം മൈലാഞ്ചിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂണോളം നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ചൂടാക്കി വരുമ്പോൾ ഇത് കുറച്ചും കൂടി തിക്കായിട്ട് കിട്ടും. ചിലർക്കൊക്കെ മൈലാഞ്ചിപ്പൊടിയും നെല്ലിക്കാപ്പൊടിയും അങ്ങനെ ചില ഇൻഗ്രീഡിയൻസൊക്കെ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതിന് കാരണം നമ്മൾ എടുക്കുന്ന പൊടികൾ തന്നെയാണ്. നല്ല ബ്രാൻഡിൻ്റെ പൊടികൾ തന്നെ, അതായത് എക്സ്പയറി ഡേറ്റ് കഴിയാത്ത പൊടികളായിരിക്കണം നമ്മളിതിലേക്ക് എടുക്കേണ്ടത്. അതുമാത്രമല്ല, നമ്മൾ തയ്യാറാക്കുന്ന രീതിയും അനുസരിച്ചിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നതും. ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിച്ചാൽ നമുക്ക് യാതൊരു സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല. അതായത് യാതൊരു അലർജി പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പലരും പല രീതിയിലാണ് ഹെയർ ഡൈ തയ്യാറാക്കുന്നത്. എങ്കിൽ ഇത് വളരെ ഇഫക്റ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ ഡൈ തണുത്ത് വരുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഹെയർ ഡൈ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിയിൽ ഒട്ടും തന്നെ ഓയിൽ പാടില്ല. നല്ലതുപോലെ ഷാമ്പു വാഷ് ചെയ്ത് ഡ്രൈ ആയിട്ടുള്ള മുടിയിലേക്കായിരിക്കണം നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ അപ്ലൈ ചെയ്തതിനു ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് മുടി കഴുകാവുന്നതാണ്. മുടി കഴുകാനായിട്ട് ഷാമ്പു ഉപയോഗിക്കരുത്. പകരം ചെറുപയർ പൊടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താളിയോ ഉപയോഗിച്ചിട്ട് മുടി കഴുകാവുന്നതാണ്.
ഈ ഒരു ഹെയർ ഡേ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല ബ്ലാക്ക് കളറിലാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ബ്ലാക്ക് കളർ നമ്മുടെ മുടിയിലും നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹെയർ ഡേ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.